عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ എൻ്റെ പ്രിയം നിറഞ്ഞ ഹവല്ലിയിലെ KKIC സഹോദരന്മാരെ, സഹോദരികളെ, കുടുംബ സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ എപ്പോഴെങ്കിലുമൊക്കെ ദീനി സംസാരങ്ങളുമായി പരസ്പരം കണ്ടുമുട്ടാനും ഒന്നിച്ചിരിക്കാനും ഒക്കെ സാധിക്കുന്ന ഈ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം അള്ളാഹു കൂടുതൽ കൂടുതൽ സുഖകരവും ആശ്വാസകരവുമാക്കി തീർക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു തലക്കെട്ടാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. തിരിച്ചറിയാതെ പോകുന്ന ജീവിതം. തിരിച്ചറിയാതെ പോകുന്ന ജീവിതം ആണ് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ മനുഷ്യർക്കിടയിലൊക്കെ നമ്മൾ കാണുന്നത്. ആ ആൾക്കൂട്ടത്തിന് നടുവിൽ നാട് ഓടുമ്പോൾ നടുവിലോടുക എന്ന ഒരവസ്ഥ നമുക്ക് വന്നു പോകാതിരിക്കണം എന്നതുകൊണ്ടാണ് നാം അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്, നമ്മൾ പ്രേരിതരാകുന്നത്. എന്താണ് തിരിച്ചറിയാതെ പോകുന്ന ജീവിതം? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? ഭൗതിക ലോകത്തെ അമിതമായ സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ട് ആത്യന്തികമായി മനുഷ്യൻ അവനെക്കുറിച്ച്, അവന്റെ ജീവിതത്തെക്കുറിച്ച്, അവന്റെ സൃഷ്ടാവിനെ അവൻ കാര്യമായി ഹൃദയം സാന്നിധ്യത്തോടുകൂടി, ഹൃദയത്തിൽ തട്ടി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, അങ്ങനെ ചോദിക്കേണ്ട ആ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ചോദ്യമുണ്ട്. പടച്ചോനെ, എന്താണ് ഞാൻ അങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ ആരാണ്? എന്തിനാണ്? എങ്ങോട്ടാണ്? ആരാണ് എന്നെ കൊണ്ടുവന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ചോദിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. സത്യത്തിൽ ഭൗതിക ലോകത്തിന്റെ സുഖലോലുപതകളിലും അതുപോലെ തന്നെ ദുനിയാവിന്റെ പ്രശ്നങ്ങളിലും അഭിരമിച്ച് ജീവിതം തീർക്കാൻ ആഗ്രഹിക്കുന്നവർ സത്യത്തിൽ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്തിൽ നിന്ന്? പ്രസക്തമായ, അവനെ ഭയപ്പെടുത്തുന്ന, അവനെ ചിന്തിപ്പിക്കുന്ന, അവന്റെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ അവനെ നിർബന്ധിക്കുന്ന ഈ മഹത്തായ പരമ യാഥാർത്ഥ്യത്തിൽ നിന്ന്. ഈ ചോദ്യം അധികം ആളുകളും ഇഷ്ടപ്പെടുന്നില്ല. നീ ആരാണ്? എന്തിനാണ്? എന്താണ് ജീവിതം? ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടോ? എന്താണ് ജീവിതം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഏറ്റവും അർഹതപ്പെട്ടവനാരാ? ജീവിതം പൂർണ്ണമായി അനുഭവിച്ച് തീർന്നിട്ടില്ലാത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണോ? തങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒട്ടുമിക്കതും ബാക്കിയാക്കി മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ മരണം കണ്ടെത്തുന്നതിന്റെ എത്രയോ മുമ്പ് ജീവിതത്തിലെ പല പരമാർത്ഥത്തിന്റെയും പരുഷമായ മരുപ്രദേശത്തുകൂടെ നടന്നുപോയി
ഉള്ള അനുഭവങ്ങൾ ഒന്നും അറിയുന്നതിന്റെ മുമ്പ് അവർ ജീവിതത്തെ നിർവചിച്ചതിൽ നിന്നാണോ സത്യത്തിൽ എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിതത്തെ തിരിച്ചറിയേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത്? അതിന് ഏറ്റവും അർഹൻ ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്. ആരാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെ സൃഷ്ടിച്ചവൻ, ജീവിതത്തെ സൃഷ്ടിച്ചവൻ. അപ്പോൾ അത് സൃഷ്ടിച്ചവനാണ് എന്താണ് ജീവിതം എന്ന് പറഞ്ഞു തരാൻ അർഹതപ്പെട്ടത്. അപ്പോൾ തിരിച്ചറിയാതെ പോകുന്ന ജീവിതത്തെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പവും സുരക്ഷിതവും കൃത്യവുമായ വഴി അള്ളാഹുവിൽ നിന്ന് ജീവിതത്തെ അറിയുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഭൗതിക ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന ഭൗതിക ജീവിതത്തെക്കുറിച്ചും ജീവിതത്തെ തന്നെ ഖുർആൻ രണ്ടായി വിഭജിച്ചിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദുനിയ എന്ന് പറയുന്ന ഒരു പ്രയോഗവും ആഖിറത്ത് എന്ന് പറയുന്ന രണ്ട് പ്രയോഗങ്ങളിലാണ് അള്ളാഹു ഹയാത്ത്, ജീവിതം എന്ന ആ പദത്തിനെ അള്ളാഹു വിവച്ഛേദിക്കുന്നത്. ദുനിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളത്, മനുഷ്യൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവനോട് ഏറ്റവും ഒട്ടി നിന്ന് അനുഭവിക്കുന്നത്. ആഖിറത്ത് ഇനിയും നടന്നെത്തിയിട്ടില്ലാത്തത്, അതാണ്. ഇത് രണ്ടിനും രണ്ട് പ്രകൃതിയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ജീവിതത്തെ പഠിക്കുക എന്നതാണ് ജീവിതത്തെ തിരിച്ചറിയാനുള്ള വഴി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പല സ്ഥലത്തും മനുഷ്യന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉണർത്തി കൊടുക്കുന്നുണ്ട്, അവനെ ഉണർത്തി കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാതെ പോകുന്നതിന്റെ അവസ്ഥയെയാണ് സാങ്കേതികമായി ഖുർആൻ ഗഫ്ലത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ പരമമായ യാഥാർത്ഥ്യവും ലക്ഷ്യവും തിരിച്ചറിയാതെ ജീവിക്കുന്നവന്റെ അവസ്ഥയെയാണ് അവൻ ഗഫ്ലത്തിലാണ് എന്ന് പറയുന്നത്. ഈ ഗഫ്ലത്തിന്റെ പുകയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പുറത്തു കടന്നവൻ അവൻ അവന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞവനാണ്. അങ്ങനെ അവരെ പുറത്തു കൊണ്ടുവരാൻ, ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു പല സ്ഥലങ്ങളിലും മനുഷ്യന്റെ പ്രാഥമികമായ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജീവിതത്തെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഹദീദ് ഉദാഹരണത്തെ എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു സൂറത്ത് ഹദീദില് ജീവിതത്തെ മനുഷ്യന് പഠിപ്പിച്ചെടുക്കുന്നത്. ഇന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമതലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹതാമ വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. രണ്ട് ജീവിതം എന്താണ് അല്ലാഹു പറയുന്നത്? ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ എന്നാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, തീർച്ചയായും ജീവിതം രണ്ടെണ്ണുണ്ട്, രണ്ടിനും രണ്ട് പ്രകൃതിയാണ്. ഒന്ന് നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിതം, അഥവാ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളോട് ഒട്ടി നിൽക്കുന്ന ജീവിതം. അത് ലെവൽസ് ആണ്, ഘട്ടങ്ങളാണ്. ലഇബും ലഹുവും സീനത്തും തഫാഖുറും തകാസുറും ആണ്. 5 ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോവുക. കളി, വിനോദം, അലങ്കാരം, അതേപോലെ തന്നെ പെരുമ നടിക്കൽ, അതുപോലെ തന്നെ മക്കളിലും സമ്പത്തിലുമുള്ള പെരുപ്പം കാണിക്കൽ. ഈ ഒരു 5 മാനസിക അവസ്ഥകളിലൂടെ, ജീവിതഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നിട്ട് അല്ലാഹു അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നുണ്ട്. കാരണം എല്ലാവർക്കും ആ 5 ഘട്ടങ്ങൾ പൂർണ്ണമായി അനുഭവിച്ചതിന് ശേഷം അവനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് അനുഭവിച്ച് തീരുന്നതിന്റെ മുമ്പ് തന്നെ മനുഷ്യൻ അതിന്റെ പൂർണ്ണമായ ഒരു പിക്ചർ കിട്ടാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹ് അതിനെ ഉപമിക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും അത്. ഏതുപോലെ നിങ്ങൾ നിത്യവും കാണുന്ന ഒരു സസ്യം, ഒരു വാഴ, ആ വാഴ വളർന്നു വരുന്നു. അപ്പൊ അതിന്റെ ഇലകൾക്ക് എന്തെന്നില്ലാതെ ഇളം പച്ചയും കടും പച്ചയായി മാറും. അത് കുലച്ചു തൂങ്ങും. അത് കുലച്ചു തൂങ്ങുമ്പോ അതിന്റെ കായ്കൾ ഇങ്ങനെ പച്ച പിടിച്ചു വരുമ്പോ അതിന്റെ ഇലകൾ ഇങ്ങനെ ഉണങ്ങി വരും. പിന്നീട് ആ കായ്കൾക്ക് മഞ്ഞ ബാധിക്കും. അപ്പോഴേക്കും ആ ഇലകൾ ഉണങ്ങി വീഴും. അതിന്റെ ഫലങ്ങൾ പുറത്തെടുക്കുന്നതോടുകൂടി ആ മരം, വാഴ, അതിന്റെ ഇലകൾ ഉണങ്ങി തണ്ടുകൾ ചീഞ്ഞ് അത് വീണു പോകുന്നത് കാണാം. ഇതുപോലെ ഈ ഒരു സർക്കിളിംഗ് ആണ് ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ. എന്നാൽ പരലോകം അങ്ങനെയല്ല. അവിടെ രണ്ടേ രണ്ട് വഴിയാണുള്ളത്, 2 ലോകമാണുള്ളത്. ഒന്ന് അദാബുൻ ഷദീദ്, വളരെ കഠിനമായ ശിക്ഷ. മറ്റൊന്ന്
മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. മനുഷ്യന്റെ പാപങ്ങളൊക്കെ കുറെ ഉണ്ട്, അതൊക്കെ കഴുകിക്കൊടുത്ത് അതൊക്കെ പുറത്തു കൊടുത്ത് അള്ളാഹുവിന്റെ സംതൃപ്തിയുടെ സ്വർഗലോകത്തിലേക്ക് അവനെ അള്ളാഹ് വിടും. അവിടെ അവൻ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, ഒരിക്കലും അവസാനിക്കാത്ത വൈവിധ്യങ്ങളായ സുഖലോലുപതയുടെ നിത്യ സുഖങ്ങളുടെ ലോകത്ത് അവൻ വിരാജിക്കും. അങ്ങനെ രണ്ടെണ്ണമാണ് സഹോദരന്മാരെ ജീവിതം. ഇത് തിരിച്ചറിയാതെ പോകുന്ന ഒരു മനുഷ്യന് വലിയ അപകടത്തിലാണ് അവർ പെടുക. അതുകൊണ്ട് അള്ളാഹ് പല വിധത്തിൽ, ഇതൊരു രൂപമാണെങ്കിൽ വേറൊരു സ്ഥലത്ത്, കാരണം എല്ലാവരുടെയും ബുദ്ധിയും എല്ലാവരുടെയും അട്രാക്ഷനും ഒരേ ചിത്രങ്ങളും ഒരേ ഉപമകളുമായിരിക്കുകയില്ല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് ദുനിയാവിന്റെ ജീവിതത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ ഉപമ എന്ന് പറയുന്നത് കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്നിറങ്ങുന്ന ഒരു 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 മഴ പോലെയാണ്. മനുഷ്യരെല്ലാവരും കാണുന്നുണ്ട്. ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലു നാസ് വലൻആം. അത് ആ മഴ പെയ്യുമ്പോ ഭൂമിയിൽ ആ വെള്ളം ഒട്ടിച്ചേർന്ന് ഇഴകിച്ചേർന്ന് ആ മനുഷ്യനും പിന്നെ കാലികളൊക്കെ തിന്നുന്ന ഫലവർഗങ്ങളൊക്കെ ഇങ്ങനെ മുളച്ച് പൊന്തി പുഷ്പിച്ച് കായ്ച്ചു നിൽക്കും. അങ്ങനെ ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസ്ദയ്യനത്ഹു, ആ ഭൂമി ഇങ്ങനെ എന്തൊരു രസങ്ങൾ കണ്ടില്ല. ആളുകൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടും. എന്താ ഇടുക? നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ തന്റെ വീട്ടില് തന്റെ വാർപ്പിന്റെ മുകളിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ അടുക്കളത്തോട്ടം, അതിലിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വ്യത്യസ്തമായ വ്ളോഗുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? 10 സെന്റിൽ 25 സെന്റിലൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ടാക്കിയിട്ട് അവര് പോയിട്ട് ഇങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ പടവലങ്ങയും കയ്പയും എല്ലാം ഇങ്ങനെ അതിങ്ങനെ കണ്ട, അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. പക്ഷെ അങ്ങനെ നിറഞ്ഞു നിൽക്കും. അള്ളാഹ് ഉപമ തരികയാണ്, ഇതുപോലെയാണ് ജീവിതം. പക്ഷെ എന്താ ഉണ്ടാവുക? അങ്ങനെ ഭൂമി ഇങ്ങനെ തിളങ്ങി സുന്ദരമായി സുന്ദരിയായി നിൽക്കും. അങ്ങനെ നിൽക്കുന്ന നേരത്ത് അതിങ്ങനെ പുഷ്പിച്ച് കായ്ച്ചു നിൽക്കുമ്പോ അതിന്റെ കൃഷിക്കാരൻ എന്ത് വിചാരിക്കും? അവൻ അതൊക്കെ അവന്റെ അണ്ടറിലാണ്. അവൻ വിചാരിക്കും നാളെ ആവട്ടെ കൊയ്യാൻ, മറ്റന്നാള് കൊയ്യാ, അത് കഴിഞ്ഞിട്ട് അത് മൂക്കുമ്പോ ഇന്ന സ്ഥലത്ത് ഇന്നത് വിറ്റിട്ട് ഇന്നത് ചെയ്യണം, ഒക്കെ മനസ്സിലുണ്ടാകും. അങ്ങനെ അവന്റെ കൺട്രോളിലാണ് എന്ന് അവൻ ആശ്വസിച്ച് നിൽക്കുമ്പോ അപ്പോഴതാ നമ്മളുടെ ഒരു കൽപ്പന ഒരു പകലിലോ ഒരു രാത്രിയിലോ ഒന്നങ്ങ് വരും. അതിനെ നാം വൈക്കോലുകളാക്കി മാറ്റിക്കളയും. അങ്ങനെ ഒന്നും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നില്ലാത്തതുപോലെ. എത്ര വട്ടം മനുഷ്യര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൃഷികള് എല്ലാം പൂത്തുലഞ്ഞ് കായ്ച്ച് പുഷ്പിച്ച് നിൽക്കുന്ന നേരം ഒരു കാറ്റ്, ഒരു ചൂടുകാറ്റ്, ഒരു മഴ, ഒരു പേമാരി, ഒരു വെള്ളപ്പൊക്കം, എല്ലാം കൈവിട്ടുപോയി. എത്ര വട്ടം മനുഷ്യര് കാണുന്നുണ്ട്. അള്ളാഹ് നമ്മളോട് പറയാണ്, മനുഷ്യരെ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. മനുഷ്യൻ എല്ലാറ്റിനും കഴിയുന്നവനാണെന്ന് വിചാരിച്ചു നിൽക്കേ അവന്റെ അനുവാദമില്ലാതെ ആ മരണമെന്ന മഹാ അത്ഭുതം തട്ടിയെടുത്ത് അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഇന്ന് ഞാനൊരു ഫേസ്ബുക്കിൽ എവിടെയോ ഒരു കുറിപ്പ് വായിച്ചു. ഒരു മകൻ, ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കല്യാണമാണ് നാളെ. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ മത നേതാവ് അവന്റെ കല്യാണത്തിനും പങ്കെടുക്കണം എന്നാണ്. അപ്പൊ ഇന്നലെയും രാഷ്ട്രീയക്കാരനും കൂടി ആയതുകൊണ്ട് അതിന്റെ എല്ലാ ആഘോഷങ്ങളിലും അവന്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ട്, നാളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ നേതാവ് എന്റെ കല്യാണത്തിന് വരുന്നത് സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരൻ ഇന്ന് മരണപ്പെട്ടു പോയി. സഹോദരന്മാരെ, നാളത്തെ കല്യാണത്തിലേക്ക് അവനെ അള്ളാഹു കാത്തുവെച്ചില്ല. അവൻ അനുവദിച്ച സമയം അവിടെ കഴിഞ്ഞുപോയി. ഇങ്ങനെയാണ്. നമുക്കറിയാം നമ്മുടെ ഹബീബ് റഹ്മാനിന്റെ ഹനീൻ എന്ന മകൻ എന്തൊരു പുഷ്പിച്ചു നിൽക്കുന്ന സമയം. എന്തെല്ലാം സ്വപ്നങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ചുണ്ട്. ശരീരത്തിൽ അണിഞ്ഞ യൂണിഫോം പൂർത്തിയാക്കാൻ അനുവാദം കൊടുക്കാതെ ഒന്നാമത്തെ പീരീഡിൽ 10ാം ക്ലാസ്സിൽ ഏറ്റവും നന്നായി മാർക്ക് വാങ്ങിയ മകൻ 11ാം ക്ലാസ്സിൽ ആ യൂണിഫോം ഇട്ടൊന്നു കാലുവെക്കാൻ അള്ളാഹു അവന് സമയം അനുവദിച്ചു കൊടുത്തില്ല. കാരണം എന്താണ്? അതാണ് ജീവിതം. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, ഈ ജീവിതത്തെ ഇങ്ങനെ മനസ്സിലാക്കുന്നതിൽ ആണ് ഒരു സത്യവിശ്വാസി വിജയിക്കുന്നത്.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിലേക്ക് പോയ റസൂല് അത് വളരെ ഇതിനേക്കാളും ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബികൾ വന്നു. പ്രവാചകൻ ആരാണ്? എത്ര പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്, എത്ര വലിയ ജനങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു നേതാവാണ്. പക്ഷെ ആ പ്രവാചകൻ കിടന്നുറങ്ങി എഴുന്നേറ്റ പായയുടെ അടയാളങ്ങൾ, ആ നഗ്ന ശരീരങ്ങളിൽ പാടുകൾ കണ്ട സഹോദരനോട്, ആ പ്രവാചകനോട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാ ഞങ്ങൾ താങ്കൾക്ക് ഒരു വിരിപ്പ്, ഒരു കോസടി ഉണ്ടാക്കി തരട്ടെ റസൂലെ. അപ്പൊ റസൂല് തിരിച്ചു ചോദിക്കാണ്, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്താ ബന്ധം? മാ അനഫി ദുനിയ ഇല്ലാ കറാക്കിബിൻ, ഞാൻ ഒരു വഴിയാത്രക്കാരനെ പോലെയല്ലേ. ഇസ്തവല്ല തഹ്ത ഷജറത്തിൻ, പോകുന്ന വഴിയിൽ വെയിൽ കൂടിയപ്പോ ഒരു തണൽ മരത്തിന്റെ കീഴെ ഒരു അല്പനേരം വിശ്രമിച്ചു പോകുന്നു. സുമ്മറാഹവ തറക്കഹ, എന്നിട്ട് പിന്നെ ആ മരം അവൻ ഉപേക്ഷിച്ചു പോയി. ഇത്രയല്ലുള്ളൂ ജീവിതം. അങ്ങനെയാ റസൂല് ജീവിതത്തെ കണ്ടത്. അതുകൊണ്ട് ഈ ഗഫ്ലത്തിൽ നിന്ന് ജീവിതത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും അതിന്റെ നശ്വരതയെക്കുറിച്ചും ചിന്ത കൊടുക്കാതെ ജീവിക്കരുതേ എന്നാണ് അള്ളാഹു ഇതിലൂടെ നമ്മളോട് പറയുന്നത്. എന്താണ് അങ്ങനെ ജീവിക്കുന്നവരുടെ ലക്ഷണം? അശ്രദ്ധയിലായി പോകുന്ന ആളുകളുണ്ട് ലോകത്ത്. നമ്മൾ അതിൽ പെടാൻ പാടില്ല. പക്ഷെ നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കണം. എന്താണ് അശ്രദ്ധയുടെ ലക്ഷണങ്ങളും അതിന്റെ കാരണങ്ങളൊന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ഒന്ന്, ഭൗതിക ജീവിതത്തിന്റെ പുറമൂടി മാത്രം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മാത്രം വിചാരിക്കുകയും അതിൽ മാത്രം ഇടപെടുകയും അതിനു വേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയും അത് തന്റെ ചിന്തയുടെയും കർമ്മത്തിന്റെയും പ്രധാന അജണ്ടയായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ അവരെ ഖുർആൻ കാര്യമായി ആക്ഷേപിക്കുന്നുണ്ട്. ഖുർആൻ സൂറത്ത് റൂമിൽ ഒരു പ്രയോഗമുണ്ട് ആളുകളെ കുറിച്ച് പറയുന്നിടത്ത്, വഅദല്ലാ, അള്ളാഹു അവന്റെ വാക്തത്വം എന്തായാലും പാലിക്കും, ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു. പക്ഷെ പ്രോബ്ലം എന്താണ്? വലാകിന്ന അക്തറന്നാസി ലാ യഅലമുൻ, മനുഷ്യന്മാര് കാര്യങ്ങളെ കുറിച്ച് അതിഗൗരവമായോ ആത്യന്തികമായോ ചിന്തിക്കുകയില്ല. മറിച്ച് എന്താണ് അവരുടെ അവസ്ഥ? അധികം ആളുകളും യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയാ, അവർ ദുനിയാവിന്റെ പ്രത്യക്ഷമായ ഉപരിപ്ലവമായ കാര്യങ്ങളെ മാത്രമേ അവർ അറിയുന്നുള്ളൂ. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, എന്നാൽ വരാനിരിക്കുന്ന അതിനുശേഷമുള്ള ഒരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തെക്കുറിച്ച് അധികം ആളുകളും ഗഫലത്തിലാണ്. അങ്ങനെ ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അവനോട് അള്ളാഹ് പറയണം, മനുഷ്യ, ഈ ഒരിത്തിരി നേരം ചിന്തക്ക് സമയം കൊടുക്കണം. അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം, നിങ്ങൾ നോക്കൂ, അള്ളാഹ് ചോദിക്കാണ്, അവരെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുന്നില്ലേ? മാ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്, ഈ ഭീമാകാരമായ ആകാശവും ഭൂമിയും അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ ഒരു ലക്ഷ്യം വെച്ചിട്ടല്ലാതെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല. വെറുതെ സൃഷ്ടിച്ചതാണോ? അജലിൻ മുസമ്മ, എല്ലാറ്റിനും ഒരു അവധിയുണ്ട്. ഈ അവധി എന്തിനാ സഹോദരന്മാരെ? അവധിക്ക് ശേഷമാണ് റിസൾട്ട്. അവധി വെച്ചത് റിസൾട്ട് തരാനാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ ഖുർആൻ ലേണിംഗ് സ്കൂള് ഒരു പരീക്ഷ നടത്തി. എന്നിട്ട് പറഞ്ഞു 9 മണിക്ക് പരീക്ഷ അവസാനിക്കും. എന്തിനാണത്? 9 മണി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ റിസൾട്ട് വരും. മരണം എന്ന ആ സമയം എത്തിയാൽ അതിനുശേഷമാണ് ജീവിതം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് റിസൾട്ട് തരിക. അപ്പൊ ഇങ്ങനെ അള്ളാഹു നമ്മളോട്, മനുഷ്യനോട്, ഒന്നാമത്തത് പുറംമൂടി മാത്രം കണ്ട് വഞ്ചിതരായി ജീവിക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹ് പറഞ്ഞത്. ഒന്ന്, നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ ചുറ്റുള്ള അനുഭവങ്ങളെ കുറിച്ചും എപ്പോഴും ചിന്തിക്കണം. രണ്ടാമത്തത്, യാത്ര ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അവലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അല്ല മനുഷ്യരെ, അവര് അള്ളാന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും അവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനങ്ങൾ എന്തായിരുന്നു എന്ന് അവർ നോക്കുകയും ചെയ്യുന്നില്ലേ? ആരും ഇവിടെ നിലനിന്നില്ലല്ലോ. എത്ര പവർഫുൾ ആയ ആളുകൾ ഉണ്ടായിരുന്നു ഭൂമിയിൽ. കാനൂ അശദ്ദ മിൻഹും ഖുവ്വത്തൻ വആതാറു അൽ അർള, അവര് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാളും എല്ലാ ടെക്നോളജിയും വിജ്ഞാനവും ഇൻഫർമേഷൻ ടെക്നോളജിയും സർവ്വ സൗകര്യങ്ങളും കയ്യിലുണ്ടായിട്ടും മുൻപ് കഴിഞ്ഞ ആളുകളുടെ അത്ര ശക്തിയിൽ ഇവർക്ക് എത്താൻ കഴിയുന്നില്ല. പക്ഷേ അവർ പോലും, നിങ്ങൾ നോക്കുക, ഒരു താജ്മഹൽ പിന്നീട് ഉണ്ടായിട്ടില്ല.
ലോകാത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പിരമിഡുകളെ കുറിച്ചൊക്കെ. അതിന് തത്തുല്യമായതൊന്ന്, അതിനെ അപ്രസക്തമാക്കുന്ന മറ്റൊന്നുണ്ടായില്ല എന്നത് എന്തിന്റെ തെളിവാ? ഇന്നുള്ളവരെക്കാളും വമ്പന്മാരായിരുന്നു മുമ്പുള്ളവർ. പക്ഷെ എന്നിട്ടും അവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. എല്ലാരും പോയി. അള്ളാഹ് അത് നമുക്ക് കഥ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അത് മാത്രം പറയുന്നില്ല. അപ്പോ ഇന്ന് ഒന്ന് ഭൗതിക ജീവിതത്തിന്റെ അതിന്റെ പുറമോടിയിൽ വഞ്ചിതരാകരുത്. അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കണ്ണോടിക്കണം എന്നല്ല നമ്മളെ പറയുന്നു. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? ഗഫലത്തിലായി ജീവിക്കുന്നവന്റെ ലക്ഷണം, അവൻ പണത്തിനോടും സമ്പത്തിനോടുള്ള ആർത്തിയും മത്സരവും അവന്റെ ഖബറിടത്തെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് അവൻ അകറ്റിക്കളയും. നിങ്ങൾ നോക്കി, അല്ല പറയുന്നുണ്ട്, ഖബറിന്റെ അടുത്ത് എത്തോളും മനുഷ്യൻ ഭയങ്കര ബ്യൂസി ആയിരിക്കും. അവിടെ എത്തിയ ഒരു ബ്യൂസിയുമില്ല. പടച്ചോനെ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ട ദിവസം എന്റെ ഖബർ മറമാടുന്ന ഒരു നേരത്തെ ഞാൻ പോയപ്പോ ഞാൻ ഇങ്ങനെ അവിടെ പുറത്തു നോക്കി. അവിടെ ആ സഹോദരൻ ജീവിച്ച, ജോലി ചെയ്ത 10-35 കൊല്ലം ജോലി ചെയ്ത ആ കുവൈത്തി കുടുംബങ്ങൾ മുഴുവനും സ്വന്തം വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം മരിച്ചതിന്റെ എന്താ പറയാ മത്സരിച്ചുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് ഞാൻ അവിടെ കാണുന്നു. പക്ഷെ ആ മത്സരത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിത്രം എന്താന്ന് ചോദിച്ചാൽ, ആ ഖബറിലേക്ക് മണ്ണിട്ട് മൂടാനുള്ള ആളുകളുടെ ആ തിക്കും തിരക്കുണ്ടല്ലോ, പക്ഷെ അവിടെ ഒരു ധൃതിയുണ്ട്, ഒരു വാശിയുണ്ട്, അവിടെ ഒരു സ്പീഡുണ്ട്, ഒരു വേഗതയുണ്ട്. വേഗം ഞാൻ ആലോചിച്ചു നോക്കുകയാണ്, എത്ര പെട്ടെന്നാണ് ആളുകളെ യാത്രയാക്കുന്നത്. എന്തൊരു തിരക്കാണ് അവർക്ക്. അവരുടെ ഭാര്യയും കുട്ടികളും ഒക്കെ അവരുടെ എത്രയോ അകലങ്ങളിൽ അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു. ആ വാപ്പ മരിച്ചു, എത്ര പെട്ടെന്നാണ് എല്ലാം. ആ യാത്ര അതൊരു വല്ലാത്തൊരു സ്പീഡാണ്. നമ്മളെ എത്ര പെട്ടെന്നായിരിക്കും മരണം സംഭവിച്ചാൽ ഒന്ന് യാത്രയാക്കുക. ആളുകൾ യാത്രയാക്കാനാണ് സ്പീഡ് എടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പോ അങ്ങനെയുള്ള ഒരു ദിവസം വരുന്നത് വരെ നമ്മൾ അശ്രദ്ധരാവാൻ പാടുണ്ടോ? ജോലിയും സമ്പത്തും കുട്ടികളും ഇവിടുത്തെ സുഖങ്ങളും തീറ്റയും ഉറക്കവും കുറച്ച് ലൈംഗികതയും കുറെ നല്ല ഡ്രസ്സും അതിൽ തീരുമോ ജീവിതം? അത് മാത്രമാണോ? അങ്ങനെ ആയിപ്പോകരുതെന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. യാ യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖുൻ, കാരണം അള്ളാഹുവിന്റെ വാക്തത്വം അത് വളരെ സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, എന്തൊരു പദമാണ് റബ്ബേ അത്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഭൗതിക ജീവിതം ഒരിക്കലും നിന്നെ വഞ്ചിച്ച് കളയരുത്. കാരണം അത് വഞ്ചിച്ച് കളഞ്ഞാളും ചില ആളുകളെ, പലരെയും അത് വഞ്ചിച്ച് കളഞ്ഞാളും ഇത് നമ്മൾ എന്നും ഇവിടെ നിലനിൽക്കുന്നു വിചാരിച്ച് നമ്മളെല്ലാം ഉണ്ടാക്കും. അതൊക്കെ ബാക്കിയൊക്കെ മരണത്തിന് ശേഷം ആഖിറത്ത് അഥവാ പിന്നീട് വരുന്നതിന് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ അപ്പം വരുന്നതിന് വേണ്ടി നമ്മുടെ സമയം തീർത്ത് എല്ലാം അതിന് ഇൻവെസ്റ്റ് ചെയ്തു പോകും. എന്നിട്ട് അല്ലാഹ് പറയാണ്, വലായ ഗുർറന്നകും ബില്ലാഹിൽ ഗുറൂർ, അള്ളാന്റെ കാര്യത്തിൽ വഞ്ചിക്കുന്നവർ നിങ്ങളെ വഞ്ചിച്ച് കളയരുത്. എന്നിട്ടോ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുമുട്ടണം എന്ന് വിചാരമില്ലാത്ത ആളുകൾ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഈ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവനോട് ഒട്ടി നിൽക്കുന്ന ആ ജീവിതം, അതുകൊണ്ട് മതിയാക്കിയ ആളുകൾ, അതിൽ സംതൃപ്തരായ ആളുകൾ, അതിൽ ഹാപ്പിയാണ്, ഇങ്ങനൊക്കെ അവിടെ പോയാ മതി. എന്നിട്ടോ വത്മഅന്നൂ ബിഹാ, അവിടെയുള്ള ഈ കാര്യങ്ങളിൽ അവൻ ശാന്തനാണ്, മനസ്സൊക്കെ ഒരു ടെൻഷനുമില്ല, ഒരാശങ്കയില്ല. എന്റെ ജീവിതം എന്താകും, എന്നെ കൊണ്ടുതന്ന എന്നെ ഒരാൾ സൃഷ്ടിച്ചിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഞാൻ ആ ലക്ഷ്യം പൂർത്തിയാക്കുന്ന മേഖലയിൽ എത്രത്തോളം പണിയെടുക്കുന്നുണ്ട്, അതെത്രത്തോളം എനിക്ക് അറിയാം, അതിൽ ഞാൻ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ, അതിന്റെ പെർഫോമൻസ് എത്ര നല്ലതാണ്, ഇനി എന്തെങ്കിലും ഞാൻ അറിയേണ്ടതുണ്ടോ, ഇങ്ങനെ ചിന്തിക്കാൻ സമയം കൊടുക്കാതെ ഉള്ളതിൽ സമാധാനിച്ച് ഇങ്ങനെയൊക്കെ തന്നെ നേരം വെളുത്തു അന്തിയായും ജോലി ചെയ്തും കുട്ടികളെയായും നല്ലൊരു വാഹനങ്ങളായും ഉപയോഗിച്ചും വസ്ത്രങ്ങൾ ഇട്ടും അത് നിരമ്പിയും പുതിയത് വാങ്ങിയും കുറെ നല്ല പിന്നെ ഫുഡുകളൊക്കെ ടേസ്റ്റ് നോക്കിയും കുറെ വ്ലോഗ് കണ്ടും ഇങ്ങനെ ജീവിച്ച് തീരതിൽ ഹാപ്പിയായി നിൽക്കുന്ന ആളുകൾ, വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അള്ളാഹുവിന്റെ ഒരുപാട് തെളിവുകൾ അവരുടെ മുമ്പിലൂടെ ഒക്കെ കടന്നു പോകും, പക്ഷെ അതിൽ നിന്നെല്ലാം അവർ വളരെ വിദൂരത്താണ്. ഒരിക്കൽ പോലും അതിലൊന്ന് തട്ടി നിന്നിട്ടില്ല അവർ. അങ്ങനത്തെ മനുഷ്യന്മാർ അള്ളാഹ് എന്താ പറയുന്നത്, ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ, അവർ അവരുടെ ഈ ഒരു നശ്വര ജീവിതത്തിൽ
അവർ സമ്പാദിച്ചത് നിമിത്തം അവസാനം ചെല്ലാനുള്ളത് തീ അഗ്നി ആളുന്ന ആ നരകത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മളെ തടയരുത് എന്നതാണ്. ജീവിതം തിരിച്ചറിയാനുള്ള ഒരു വഴി മറ്റൊന്ന് അള്ളാഹ് പറഞ്ഞിരുന്നത്, അത് ഈ രണ്ട് ടൂളും മിക്കവാറും നിങ്ങളെ ടൈം കവർന്നു കളയും. ഇപ്പൊ നമ്മൾ ടൈം കവർ ചെയ്യുന്ന സാധനത്തെ കുറിച്ച് പറയുന്നത് മുഴുവനും ഫോണിനെ പറ്റിയാണ്. അള്ളാഹ് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ഇതാ അള്ളാഹ് പറഞ്ഞു തരുന്ന ഒരു വഴി. അപ്പോ അത് മാത്രം എന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ടോ അതേപോലെ തന്നെ സമയവും ആരോഗ്യവും അനാവശ്യമായി പാഴാക്കുന്ന രീതികളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ അത് കടന്നു വരണം. പഠിച്ചോൻ, എന്റെ ടൈം എവിടെയൊക്കെയാണ് പോയത്? എന്റെ സമ്പത്ത് എവിടെയൊക്കെയാണ് എന്റെ സമ്പത്ത് തീർന്നു പോകുന്നത്? അതെങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ, നിഅമതാനി മഗ്ബൂനും ഫീമാ കസീറും മിനന്നാസ്. അതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പൊ എത്ര ആളുണ്ട്? നമ്മുടെ ക്ലാസ്സിൽ ഈ കസീറും മിനന്നാസ് എന്ന് പറഞ്ഞതിൽ ഈ 43 ആള് പെടരുത്. അതിനാ നമ്മളിത് കേൾക്കുന്നത്. അതിനാ അള്ളാഹ് നമുക്കിത് പറഞ്ഞിരുന്നത്. കസീറും മിനന്നാസ് അങ്ങനെയാണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ എന്താ പറയാ, വണ്ടർഫുൾ ബ്ലെസ്സിങ് ആണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവന്റെ ആരോഗ്യം. രണ്ട്, ആരോഗ്യം എല്ലാ സമയത്ത് തന്നെ കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവുക. ഇത് രണ്ടും ഉണ്ട്. പക്ഷേ അധികം ആളുകളും അതിൽ പരാജിതരാണ്. അത് ഫ്രൂട്ട്ഫുൾ ആയി ഇൻവെസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ, ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അധികം ആളുകളും പരാജിതരാണ്. പക്ഷെ നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞു തന്നത്. ഇനി എന്താണ് അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നാശം എന്താണ്? ഇനി എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? ഒന്ന്, ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം എന്താ ഉണ്ടാക്കുക? നമ്മുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളയും. ഒരു ലക്ഷ്യമില്ല ജീവിതത്തിന്. നേരം വെളുക്കുന്നു, അന്ത്യാവുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നു, വെക്കേഷൻ ആവുന്നു, നാട്ടിൽ പോകുന്നു, പൈസ ഇറങ്ങുന്നു, നാട്ടിലേക്ക് പൈസ അയക്കുന്നു, അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ഇങ്ങനെ പോവുക. ഹൃദയം ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ അതങ്ങനെ ഒരു എന്താ പറയാ, പാറ ഉറച്ച മാതിരി അവിടെ നിൽക്കും. ഒരു സാധനവും അതിനെ തട്ടിയുണർത്താൻ കഴിയില്ല. ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിലെത്തൂല. ക്ലാസ്സുകളൊന്നും നമ്മൾ കേൾക്കൂല. ഖുതുബകളൊന്നും നമ്മുടെ മനസ്സിൽ കയറൂല. അവിടെ നിന്ന് നമുക്ക് എത്താൻ കഴിയില്ല. ഇപ്പോ ഞാനിങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ചാടിക്കുമ്പോൾ അവിടുന്ന് ഒരാള് നമ്മളൊരു ഖുതുബ ഇങ്ങനെ കേൾക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ ഖുതുബ കേൾക്കാൻ. അപ്പൊ മറ്റേ ആള് ചോദിച്ചു, എന്താ നിങ്ങൾ ചെവിയിൽ വെക്കുന്നത്? അപ്പൊ ഞാൻ എനിക്ക് അയച്ചു നിൽക്കല്ലോ ആ ഖുതുബ, ഇനി കേട്ടില്ലേ? 17 മിനിറ്റ് ഒന്നും കേൾക്കാൻ ഇപ്പൊ മനുഷ്യന് സമയമില്ല എന്നാണ് അദ്ദേഹം ഒരു നല്ല ഒരു നോർമൽ അവസ്ഥയിൽ പറഞ്ഞതാണ്. മനുഷ്യന് അതിനൊന്നും സമയം എന്റെ കയ്യിലില്ല, നമ്മളിലില്ല. ഹൃദയം വേറെ പാട് കാര്യത്തിന്, നാളെ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക എന്നതിന് വേണ്ടി മാത്രം അതറിയാൻ നമ്മൾ എത്ര മണിക്കൂർ ഇപ്പൊ ചെലവഴിച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ഹൃദയം കടുത്തുപോകും. മരണത്തെക്കുറിച്ചോ ഒരു യാത്രയെക്കുറിച്ചോ, മരണാനന്തര ജീവിതത്തിൽ എനിക്കൊരു പടച്ചോനൊരു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലേസ്മെന്റ് ഒന്ന് കിട്ടണം, ഒരു കാലിന്റെ അടി വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടണം എന്നെങ്കിലും പോലും വിചാരിച്ചു കൊണ്ടേ ഇരിക്കാത്ത അവസ്ഥ അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു നൽകിയ ഏറ്റവും നല്ല സമയങ്ങളിൽ നിന്ന് ഇബാദത്തിന്റെ അവസരങ്ങൾ, അള്ളാഹുവിനെ ആരാധിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുക. അതുപോലെ തന്നെ മരിച്ചവിടെ ചെല്ലുമ്പോൾ കൈകടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. ഇതാണ് ഈ ഗഫിലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന പരിണിതി. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, മരണം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. അല്ലേ? മരണം എന്ന ആ മണിയൊച്ച കേൾക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുത്തു കളയണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, വെറും പൈസ മാത്രമാണോ?
അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കലാണ് ശരീരത്തിൻ കൊണ്ട് ചെയ്യുന്ന സേവനങ്ങൾ. അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കലാണ് അറിവിൽ നിന്ന് ചെയ്യുന്ന സേവനങ്ങൾ. അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കലാണ് അള്ളാഹ് നൽകിയ സ്കില്ലിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ. അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കലാണ് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും. അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് അള്ളാഹു നൽകിയതായിട്ടുണ്ടോ അതിൽ നിന്ന് ഒന്ന് മറ്റുള്ളവർക്ക് റിട്ടേൺ പ്രതീക്ഷിക്കാതെ കൊടുക്കുക. നിങ്ങൾ നോക്കി, ഹുഖൂഖുൽ മുസ്ലിം, ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ പറഞ്ഞിടത്തിൽ ഒരു കാര്യം എന്താ അറിയോ, ഒരു അഡ്വൈസ് തേടിയാൽ ആ അഡ്വൈസിന് ഉപദേശം കൊടുക്കുക, ഗൈഡ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, ഒരാളൊരു അഭിപ്രായം ചോദിച്ചാല് ആ അഭിപ്രായത്തിൽ ആ വിഷയത്തിൽ ശരിയും തെറ്റും കൂടുതൽ അറിയുന്ന ആളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലൊരു സേവനാണ്. അത് ചെയ്യണം. അല്ലേ എന്താ ഉണ്ടാവുക, അതിനൊന്നും ചെയ്യാൻ നമുക്ക് നേരമില്ലെങ്കിൽ നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആണ് നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിൽ, നമ്മുടെ വാഹനങ്ങളിൽ, അതിന്റെ അലങ്കാരങ്ങളിൽ, അതിനെ വികസിപ്പിക്കുന്നതിൽ, അതിൽ മാത്രമാണ് നമ്മൾ എൻഗേജ് എങ്കിൽ അല്ല പറയുന്നുണ്ട്, ആ മരണാട്ട് വരുമ്പോണ്ട് നിങ്ങളൊരു പറച്ചില് എന്താണ്, ഓ പടച്ചോനെ, കൊഴഞ്ഞു വീണ് മരിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? ഇത് നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ്, സഹോദരന്മാർ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന 10-50 ആളുകളില്ലേ, ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് പോലെ കൊഴഞ്ഞു വീണ് മരിച്ചു എന്ന ഈ വാർത്ത ഇത്ര കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര എണ്ണാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് കൊഴഞ്ഞു വീണ് മരിച്ചു പോകുന്നത്? ഒരു റീസണും പറയാനില്ലാതെ, ഒരു പ്രീവിയസ് റീസണും ഇല്ലാത്ത ആളുകൾ. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, അപ്പം മനുഷ്യൻ എന്താ പറയാന്നറിയോ, ഞാൻ ദാനധർമ്മമൊക്കെ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ, സാലിഹായ കർമ്മങ്ങൾ. എന്താ സാലിഹായ കർമ്മം? അതിൽ ഇബാദത്തുണ്ട്, പുണ്യ ബിറുകളുണ്ട്, മനുഷ്യ സേവനങ്ങളുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ടത്. അള്ളാഹ് റസൂൽ കൃത്യമായി ഓരോ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെയും, പ്രദോഷം മുതൽ പ്രഭാതം വരെയും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് അജണ്ടകൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് കാരുണ്യവാനായ അള്ളാഹ് പറയുന്നുണ്ട് 2-3 കാര്യം. മനുഷ്യ, നീ വിചാരിക്കണ്ട, നിന്നെ അറിയാതെയാണ് ഞാൻ ഇതെല്ലാം തന്നത്. ഒന്ന്, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അള്ളാഹ് ഇങ്ങോട്ട് പറയാണ് നമ്മളോട്. 2, മനുഷ്യ ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസൂ, എല്ലാ മനുഷ്യന്റെ മനസ്സുകളിലും ചീത്തയോടുള്ള ഒരു ഉൾപ്രേരണ ഉണ്ട്. അതിനോടൊക്കെ ഒന്ന് തട്ടിമിറ്റ് നിൽക്കുന്നാലും എനിക്ക് അതറിയാം. 3, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എന്താണത് പറയുന്നത്? മനുഷ്യ, നിന്റെ അകവും പുറവും സൂക്ഷ്മമായി അറിയുന്ന നാഥൻ ഒരു കാര്യവും നിന്നോട് കൽപ്പിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നിന്റെ സാധ്യതയുടെ ഉള്ളിൽ വരാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പച്ച മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹ് അജണ്ട ഇട്ട് തന്നിട്ടുണ്ട്. ആ അജണ്ടയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ആ നേരത്ത് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ വരരുത് എന്നതുകൊണ്ടാണ് കാരുണ്യവാനായ റബ്ബ് നമുക്കിത് നേരത്തെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്തു വേണം? അത് അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം നമ്മൾ വെടിയണം. ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം നമ്മൾ വെടിയണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട് ഒരു ഹദീത്തിൽ, എന്തൊരു വല്ലാത്ത ഹദീസാണ് റബ്ബേ അത്. ഇന്ന ദുനിയാ, മനുഷ്യ, ദുനിയാവേ, ഹൽവത്തുൻ ഖളിറത്തുൻ, മധുരമുള്ളതും പച്ചപ്പുള്ളതുമാണ്. ശരിയല്ലേ? ദുനിയാവ് വളരെ മധുരമുള്ളതും പച്ചപ്പുള്ളതുമാണ്. പക്ഷേ ഇന്നല്ലാഹ തആല മുസ്തഖ്ലിഫുക്കും ഫീഹാ, അല്ലാഹ് നിന്നെ അവിടെ അനന്തരമാക്കിയതാണ്. അതിങ്ങനെ എന്റെ കയ്യിൽ കൂടെ തരും, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കും, എടുത്തിട്ട് അവരുടെ കാലം കഴിയുമ്പോൾ വേറെ ആൾ എടുത്ത് കൊടുക്കും. ആ സാധനം ഇങ്ങനെ പോകും. ദുനിയാവ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അത് ഏറ്റെടുത്തവൻ ഇങ്ങനെ മാറി 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 വരും. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഫയൻദുർ കൈഫ തഅമലൂൻ, നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ അതുമായി ഡീല് ചെയ്യുമ്പോൾ എങ്ങനെ ഡീല് ചെയ്തു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, പടച്ചോനെ, നിങ്ങൾക്ക് പലർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിച്ച, എന്റെ പ്രായത്തിൻ്റെക്കാളും അല്ലെ അടുത്ത ആ ഏജിലൊക്കെ ഉള്ള ആളുകൾ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ചൊരു കാലം ഓർമ്മ ഉണ്ടാവും. പഴയ മഹേന്ദ്ര ജീപ്പിൽ
എന്താണ് അതിന്റെ പ്രത്യേകത? അതിന് 2 സ്റ്റയറിംഗ് ഉണ്ടാവും, 2 ആക്സിലേറ്ററും 2 ബ്രേക്കും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ചു നോക്കി, ഒരു വണ്ടി, ഒരു ഡ്രൈവർ അപ്പുറം ഇരിക്കുന്നുണ്ട്, അയാളെ കയ്യില് ബ്രേക്കും ആക്സിലേറ്ററും മൂപ്പരെ കയ്യില്, സ്റ്റയറിംഗ് മാത്രം നമ്മളെ കയ്യിൽ. എങ്ങനെ ഉണ്ടാവും? അയാൾ നമ്മളോട് പറയാണ്, എന്റെ പണി സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ ബ്രേക്ക് നിർത്തണോ ഒക്കെ എനിക്ക് ഒരു റോളും ഇല്ല. നിന്റെ റോൾ എന്താ? ഡ്രൈവ് ചെയ്യുക. വളയ്ക്കേണ്ട അടുത്ത് നിന്ന് വളച്ചോ, കുഴി ചാടാതെ രക്ഷപ്പെട്ടോ, കല്ലുമ്മ തട്ടിക്കാതെ രക്ഷപ്പെട്ടോ, മറ്റേ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ തട്ടാതെ നോക്കിക്കോ. അങ്ങനെ സ്റ്റയറിങ് മാത്രം കൊണ്ടെടുക്കുക. ബ്രേക്ക്, സ്പീഡ് അത് നിന്റെ കയ്യിൽപ്പെട്ടതല്ല. ശരിക്കും ജീവിതം അങ്ങനെയല്ലേ? സ്റ്റയറിങ് മാത്രം നമ്മുടെ കയ്യിൽ തന്ന് ബ്രേക്കും ആക്സിലേറ്ററും അല്ല പിടിച്ചു വെച്ചതല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ജീവിതം സ്ലോ ആക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ജീവിതം ഹറിയാക്കാൻ പറ്റുമോ? സ്പീഡപ്പ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ബ്രേക്ക് ഇടുന്നതും സ്പീഡ് കൂട്ടുന്നതും സ്പീഡ് കുറയ്ക്കുന്നതും ഒക്കെ അല്ല. നമ്മുടെ കയ്യിൽ ആകെ എന്തേ ഉള്ളൂ? കൈഫ തഅമലൂൻ ഫയൻദുർ കൈഫ തഅമലൂൻ. എന്നിട്ട് അല്ല പറയാണ്, ദുനിയാ വത്തഖുൻ നിസാ. ദുനിയാവിലും പെണ്ണുങ്ങളുടെ വിഷയത്തിലും നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോക്ക. അതിൽ പൂണ്ടുപോകുന്നതിൽ നിന്ന്. അതാണ് അൽ ഇൻഗിമാസു ഫി ദുനിയ എന്നാണ് ഈ ഹദീസിന്റെ തലക്കെട്ട്. എന്താണെന്ന് അറിയാം? അൽ ഹദ്റു മിനൽ ഇൻഗിമാസി ഫി ദുനിയ. ദുനിയാവിലേക്ക് പൂണ്ടുപോകുന്നതിൽ നിന്ന് ജാഗ്രത പുലർത്തുക. അത്രയല്ല പറയുന്നുള്ളൂ. അതിന്റെ അർത്ഥം ദുനിയാവ് ഫുൾ ഒഴിവാക്കണമെന്നാണോ? അല്ല. ദുനിയാവ് എന്താണോ അല്ല നമ്മളെ ഏൽപ്പിച്ചത്, അതിന്റെ ഹലാലു ഹലാറമും പരിഗണിച്ച് അതിനാവശ്യം, പക്ഷെ അതിൽ പൂണ്ടു പോകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന് ഇഷ്ടം എന്താണ്? ദുനിയാവിൽ അള്ളാഹു അനുവദിച്ചത് അനുഭവിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹു നിങ്ങൾക്ക് എല്ലാ തയ്യിബാത്തും അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ആ അതിരുകൾ പാലിച്ച് നിങ്ങൾ അനുഭവിച്ചോ? അള്ളാഹിനോട് ചോദിക്കുമ്പോ അങ്ങനെ തന്നെയാണ്. എനിക്ക് ദുനിയാവ് വേണ്ട പടച്ചോനെ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. എനിക്ക് ദുനിയാവ് ഒന്നും വേണ്ട, എനിക്ക് കഷ്ടപ്പാട് മതി. കാരണം പരലോകത്ത് ഞാൻ നന്നാവുകയാണെങ്കിൽ ദുനിയാവിലെ കഷ്ടപ്പാട് സഹിക്കാൻ എനിക്ക് ഇഷ്ടം. അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ദീനാണിത്. മറിച്ച് എങ്ങനെയാ ചോദിക്കേണ്ടത്? ഏറ്റവും നല്ല പ്രാർത്ഥന എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. ദുനിയാവിലെ എല്ലാ നന്മകളും എനിക്ക് തരണേ പടച്ചോനെ. സൗന്ദര്യവും ആശ്വാസവും സമാധാനവും ആഫിയത്തും നല്ല മക്കളും നല്ല സമ്പത്തും. നിഅമൽ മാലു ലിറജുലിൻ സാലിഹ്. റസൂൽ പറയാ, നല്ല സ്വാലിഹായ മനുഷ്യന് പൈസ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര നല്ല കാര്യമാണ്. അപ്പൊ അത് നല്ല സമ്പത്തും ഒക്കെ ഉണ്ടായിക്കോ. കച്ചവടം ചെയ്യാൻ വേണ്ടി റസൂൽ പ്രേരിപ്പിക്കുന്നുണ്ട്. തവക്കുൽ കൂടും, തിജാറത്ത് നല്ലതാണ്, പൈസ വർദ്ധിപ്പിക്കണം എന്ന് റസൂൽ പറയുന്നുണ്ട്. അപ്പൊ ഇസ്ലാം ദുനിയാവിന്ന് ഇതൊക്കെ വിട്ട് മല കയറിപ്പോയി, അല്ലെങ്കിൽ ആടിനെ വളർത്തണം, ദുനിയാവിലെ വലിയ കാര്യമൊക്കെ വിട്ടിട്ട് ആടിനെയും പോറ്റി ഏതെങ്കിലും കാട്ടുകൂടണം എന്ന് പറയല്ല. മറിച്ച് എന്താണ്? പേടിക്കണം, ശ്രദ്ധിക്കണം. ഫത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ. മൂന്നാമത്തെ വഴി, ഭിന്നിപ്പുകൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കണം. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ. ഒരു സമൂഹമായി അള്ളാഹുവിന്റെ കയറിനെ മുറുകെ പിടിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ കാറ്റ് പോയി പോകും, ആളുകൾ നമ്മളെ റാഞ്ചിക്കൊണ്ടുപോകും. സമാധാനത്തോടുകൂടി അള്ളാഹു നമുക്ക് കൽപ്പിച്ച ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തിയാക്കാൻ ഇവിടെ ഗ്രൗണ്ട് ഇല്ലാതെ ആയി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഓർമ്മിക്കേണ്ടത് എന്താണ്? ഈ ദീൻ വരുന്നതിന്റെ മുമ്പ്, ഉണ്ടാകുന്നതിന്റെ മുമ്പ് നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഭിന്നിച്ച് പരസ്പരം ശത്രുക്കളായി പല കാര്യങ്ങളിലും കൂടിയിരുന്നു. ഇപ്പൊ അതല്ല. നമ്മളെല്ലാരെയും ഏകോപിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കാര്യം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുറുകെ പിടിച്ച് അതിന്റെ ആശയതലങ്ങളെയും ആദർശത്തെയും പഠിച്ച് അതിന്റെ പൂർത്തീകരണത്തിനും സാക്ഷാത്കാരത്തിനും വേണ്ടി നമ്മളുടെ ബുദ്ധിയും വിവേകവും സമയവും ആരോഗ്യവും സമ്പത്തും ഉപയോഗിച്ച് അള്ളാഹു ഭൂമിയിൽ നമുക്ക് അനുവദിച്ച ദുനിയാവിന്റെ സുഖങ്ങൾ എല്ലാം ആ പരിധിയിൽ നിന്ന് ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ എന്നതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതാണ്. നാലാമത്തത്, മരണത്തെ കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിപ്പിക്കുന്ന സുഹബത്തു സാലിഹീൻ. നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവാം, കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങൾക്കൊന്നും അള്ളാഹ്ക്ക് ഒരു എതിർപ്പില്ല. പക്ഷെ എന്താണ്, നമ്മൾ ഉണ്ടാവാതിരിക്കാൻ, ഒരിക്കലും ഉണ്ടാവാതെ പോകാത്ത ചിലതുണ്ട്.
ചില നാദികളുണ്ട്, ചില ക്ലബ്ബുകളുണ്ട്, ചില സംഘങ്ങളുണ്ട്. അതെന്താണ്? സുഹബത്തു സ്വാലിഹീൻ, നമ്മളെ പരലോകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന കുറച്ച് സുഹൃത്തുക്കൾ. അതൊരു വല്ലാത്ത, അതായത് പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, നമ്മുടെ വെള്ളിയാഴ്ചകളിൽ ഇവിടെ എൻ്റെ റൂമിൽ നമ്മുടെ പിന്നെ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ചില സഹോദരന്മാരൊക്കെ, അവർക്ക് ഒരു വർത്താനം പറയാനോ ചുപ്പാടും ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടി നമ്മൾ ജുമാ കഴിഞ്ഞാൽ. പക്ഷെ സുബ്ഹാനല്ലാ, അത് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വർത്താനമൊക്കെ പറയുമ്പോൾ കസറാകുന്നതിന്റെ ഒരു 10-20 മിനിറ്റ് മുമ്പ് ഇങ്ങനെ പറയും, എന്താ നമ്മളെല്ലാരും കൂടി ഒന്ന് പിന്നെ മക്ബറയിൽ പോവുക, അൽഗാനിം ഖറാഫി പള്ളി പോയി അവസരം കിട്ടും, നമസ്കാരവും കിട്ടും, മയ്യത്ത് സ്കരിക്കുക, മയ്യത്ത് കഫൻ ചെയ്യുന്ന ഇടത്തിൽ പോയി 2 ഖീറാത്ത്. സുബ്ഹാനല്ലാഹ്, അതൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതിലിപ്പോ 1-2 എല്ലാവരും ഒരുപോലെ തീരുമാനിച്ചിട്ടാണോ പോകുന്നതല്ല. ഒരാളോ 2 ആളോ ഒരു അഭിപ്രായം പറയായിരിക്കും, അപ്പൊ 2-ാമത്തെ ആള് 3-ാമത്തെ ആള് അത് സപ്പോർട്ട് ചെയ്ത്, അപ്പൊ വേറെ എന്തെങ്കിലും തീരുമാനിച്ചു വെച്ച വലിയ തടസ്സങ്ങളില്ലാത്ത എന്നാ ഞാനും പോരുന്നെന്ന് പറഞ്ഞു. അതാണ് സുഹബത്തു സ്വാലിഹീൻ എന്നതിന്റെ റിസൾട്ടാണ്. അള്ളാഹുവിന്റെ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർമ്മ വർദ്ധിപ്പിക്കുന്ന, പരലോകത്തെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന സുഹബത്ത് സ്വാലി, സച്ചരിതരായ നല്ല മനുഷ്യരോട് കൂടി സഹവസിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവിനെ ലക്ഷ്യമായി കാണാതെ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമായി മാറ്റാനുള്ള ഒരു അവസരമായി അള്ളാഹു നൽകിയ ഈ സമയത്തെ, ഈ സന്ദർഭത്തെ, ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. അതാണ് പണ്ടുള്ള പിന്നെ പ്രഗത്ഭരായ ഒരു വാചകമുണ്ടല്ലോ, നിങ്ങൾക്കറിയാം, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അതേപോലെ തന്നെ ഒരു ആപ്തവാക്യം മഹാന്മാരായ ആളുകൾ പറഞ്ഞത് കാണാൻ പറ്റും, നീ എന്നും ജീവിക്കുന്നത് പോലെ ദുനിയാവിൽ നീ സമ്പാദിക്കുക, പക്ഷെ ഇനി നാളെ മരിച്ചു പോകും, തൊട്ടടുത്ത സമയം മരിക്കും എന്ന് വിചാരിക്കുന്നത് പോലെ നീ ഇബാദത്തുകൾ ചെയ്യുക, അല്ലെങ്കിൽ പരലോകത്തേക്ക് ഉണ്ടാക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ പ്രാർത്ഥന ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അജണ്ട. ആ പ്രാർത്ഥന എന്താ? അല്ലാഹുവേ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അതാണ് നമ്മുടെ ക്ലാസിന്റെ ഷോട്ട്. റസൂല് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനന്റെ അർത്ഥം എന്താണ്? പടച്ചോനെ, നീ എന്റെ ഹമ്മ് എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ള ചിന്ത, തല നിറച്ചുള്ളത് ദുനിയാവ് മാത്രമാക്കരുതേ. വല മബ്ലഗ ഇൽമിന, പലതും ഞാൻ പഠിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒക്കെ മൊത്തം ആകത്തുക, എന്റെ അറിവിന്റെ ആകത്തുക അതും ദുനിയാവ്. അങ്ങനെ ആയി പോകുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കരുതേ. അവർ ആരാണ്? അവരാണ് ഗഫലത്തില്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മളിത് പഠിക്കുന്നത്, ഇതെല്ലാം അല്ലാഹ് ചിന്തിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ, അല്ലാഹുവേ, ദുനിയാവിനെ എന്റെ വീണ്ടു വിചാരത്തിന്റെ മൊത്തത്തുക, എന്റെ തല നിറച്ചും ദുനിയാവാക്കരുതേ പടച്ചോനെ. വലാ മബ്ലഗ ഇൽമിന, എന്റെ അറിവിന്റെ ആകത്തുകയും വെറും ദുനിയാവിയായ ചിന്ത മാത്രമാക്കരുത്, മറിച്ച് എന്താവണം? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. 2 ചിന്തയുമാണ്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ, ഒരാൾ ദുനിയാവ് ആഖിറത്തിനെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്ത് അല്ലാഹ് 2ഉം കൊടുക്കും. എന്നാൽ ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവനോ, അവന് പരലോകത്ത് യാതൊരു ഓഹരി ഉണ്ടായിരിക്കുകയില്ല. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവ് എന്ന ആ ഒരു ചിന്തയെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് ദുനിയാവും അതിലെ ജീവിതവും. കാരണം ഇവിടെ വന്നത് നമ്മുടെ അനുവാദ പ്രകാരമോ താല്പര്യപ്രകാരമോ അല്ല. ഇവിടത്തെ ജീവിക്കേണ്ടതും അതുപോലെ തന്നെയല്ല. ഇവിടുന്ന് പോകുന്നതും നമ്മുടെ താല്പര്യപ്രകാരമല്ല. സാധാരണ പറയാറുണ്ട്, യു ആർ ഫ്രം അള്ളാഹ് ടു അള്ളാഹ്. ഇത് രണ്ടിലും നിനക്ക് ഒരു ചോയ്സും ഇല്ല. പിന്നുള്ളത് അതിന്റെ ഇടയിലുള്ള ഒരു ചെറിയ ടൈമാണ്. അതിൽ നിന്റെ ലൈഫിന്റെ ടെസ്റ്റ്, മേക്ക് ഇറ്റ് ഫോർ അള്ളാഹ് ഓർ ഫോർ യുവർ സെൽഫ്. ഒന്നുകിൽ നീ അതിനെ നിന്റെ ദേഹച്ചയ്ക്ക് വേണ്ടിയാക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാക്കുക. അതും കൂടി ഫോർ അള്ളാഹ് ആക്കിയാൽ ഒക്കെ 3 അള്ളാഹ് വരും. നിങ്ങൾ അതൊന്ന് എഴുതി നോക്കി. ഫ്രം അള്ളാഹ്, ഫോർ അള്ളാഹ്, ടു അള്ളാഹ്. ലൈഫ് ഈസ് കംപ്ലീറ്റഡ്. ഇനി അതിന്റെ നടുവിൽ മാത്രമേ ചോദിച്ചുള്ളൂ. ആദ്യത്തെ 2ഉം നമ്മളില്ലേ, കർസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലയിടത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ഇങ്ങനെ ചോന്ന ഒരു സാധനം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടില്ല നിങ്ങൾ? ഒരു നോ എഴുതുന്നേ. ബാക്കി ഇവിടെ മാത്രമേ എഡിറ്റ് ആവുള്ളൂ. എവിടെ? ഫ്രം അള്ളാഹ് എന്നുള്ള ഇടത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ടു അള്ളാഹ് എന്നുള്ള ഇടത്തിൽ നിങ്ങൾക്കൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഫോർ അള്ളാഹ് എന്നതോ, ഇനി അതല്ല അവിടെ അള്ളാഹ് എന്നുള്ളത് വിട്ടിട്ട് ഫോർ യുവർ സെൽഫ് എന്ന് വേണമൊക്കെ ആക്കാം. നിന്റെ ഇച്ഛകൾക്ക് വേണ്ടി, നിന്റെ ഡിസയേഴ്സ്, വേറെന്തെങ്കിലും ഒക്കെ ആക്കാം. പക്ഷെ അവിടെ ഫോർ അള്ളാഹ് ആക്കുന്നവനാണ്
പരലോകത്തിന് വേണ്ടി ജീവിച്ചവൻ. അപ്പൊ മൂന്നും കംപ്ലീറ്റ് ആയി. ഫ്രം അള്ളാഹ്, ഫോർ അള്ളാഹ്, ടു അള്ളാഹ്. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. അള്ളാഹു ഈ ഇരുത്തത്തെയും പഠനത്തെയും ക്ലാസ്സിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തെ കൂടുതൽ ഗൗരവത്തിൽ കണ്ട് ജീവിതത്തിന്റെ അജണ്ട നിശ്ചയിക്കാനും അതിൽ ഏറ്റവും അനിവാര്യമായതിനെ മുകളിൽ കൊണ്ടുവെക്കാനും അത്യാവശ്യമുള്ളതിനെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ച് ആവശ്യമുള്ളതിനെ അതിന്റെ അടിയിൽ സ്ഥാപിച്ച് അനാവശ്യമായതിനെ നമ്മുടെ ജീവിതത്തിന്റെ ടാസ്ക് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയാനും കഴിയുന്ന അറിവും ഈമാനും ദീർഘദൃഷ്ടിയും ബസീറത്തും ഇൽമും യഖീനും നൽകി അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.